യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ദിവസം കൂടി നിയോഗത്തോടെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ നിറയുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ പറയില്ലേ, എനിക്ക് ഒത്തിരി പ്രതീക്ഷ കിട്ടി, എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി, ഒരു സന്തോഷം തോന്നി. ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നു ചേരുന്നത് കൊണ്ടാണ് ആ പ്രതീക്ഷയും ആ സന്തോഷവും ആ ഒരു ബലവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ മാസം നടക്കുകയാണ്. കാരണം അവരെ അനുഗ്രഹമുള്ളവരായി നിർമ്മിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അവരെ ഒരു നന്മയുള്ളവരായി നിർമ്മിക്കേണ്ട നിർമ്മാതാക്കളാണ് നമ്മളാണ് അവരെ പ്രാർത്ഥിച്ചും പറഞ്ഞും ഉപദേശിച്ചും വചനം കൊടുത്തും ദൈവത്തിൽ ആശ്രയിപ്പിച്ചും ആരാധിപ്പിച്ചും അവരുടെ ജീവിതത്തെ നിർമ്മിക്കേണ്ടവർ, പുതുക്കി പണിയേണ്ടവർ, ഉയർത്തി കൊണ്ടുവരേണ്ടവർ. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വചനം കേൾക്കാൻ നല്ലൊരു തീരുമാനമുണ്ടായോ? നല്ല തീരുമാനം ദൈവത്തിൽ നിന്നാണ്. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം ഷെയർ ചെയ്യണം, ഇത് അനേകരിലേക്ക് എത്തണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോ? ഒരു നല്ല തീരുമാനം ഉണ്ടായോ? നല്ല തീരുമാനം അത് ദൈവത്തിൽ നിന്നാണ്. ആ തീരുമാനം, ഈ ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണ്. ഇങ്ങനെ വചനം പ്രസംഗിക്കാനുള്ള തീരുമാനം ദൈവത്തിൽ നിന്നാണ്. നല്ല തീരുമാനങ്ങൾ ദൈവത്തിൽ നിന്നാണ്. അത് നമ്മെ ഒരു പടി കൂടെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കും എന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി ആ പേപ്പർ റോമാലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആ ഭാഗത്ത് വയ്ക്കുക. ഇന്ന് കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വചനത്തിൻ്റെ ശക്തി, ആ വചനത്തിൻ്റെ ആത്മാവ് അവരിൽ നിറയട്ടെ. പ്രാർത്ഥിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം, നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അവസാനത്തെ ആ 2 വാക്ക്, പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും, ലെവലേശമില്ല പ്രതീക്ഷയ്ക്ക്. എന്നാലും നെഗറ്റീവ് അല്ല പറഞ്ഞത്, നിരാശയല്ല പറഞ്ഞത്, പ്രതീക്ഷയാണ് പറഞ്ഞത്. പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. പ്രതീക്ഷയോടെ. നീ വചനം കേൾക്കുന്ന നിങ്ങൾ നിരാശയോടെ ഇരിക്കല്ല്, പ്രതീക്ഷയോടെ. ഇങ്ങനെ ചിലർ പറയാറുണ്ട്, സമയം കഴിഞ്ഞു, ഇനിയൊന്നും നടക്കത്തില്ല. സമയം കഴിഞ്ഞു, കാലം കഴിഞ്ഞു, ഇനി എന്നാ നടക്കാനാ, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അത് നിരാശയാണ്. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് മനസ്സിനെ തളർത്തരുത്, മനസ്സിനെ, ജീവിതത്തെ പുറകോട്ട് മാറ്റരുത്. വിശ്വസിച്ചേറ്റെടുത്താൽ, പ്രതീക്ഷയോടെ വിശ്വസിച്ചാൽ ദൈവീകമായൊരു ഭാഗ്യം നീ അനുഭവിച്ചിരിക്കും. പ്രതീക്ഷയോടെ വിശ്വസിക്കുക. എന്താണ് പ്രതീക്ഷയോടെ വിശ്വസിക്കുക? നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ മുന്നിൽ നിൽക്കുന്നത് നിരാശയായിരിക്കും, മുന്നിൽ നിൽക്കുന്നത് നെഗറ്റീവായിരിക്കും. നടക്കാൻ പോകുന്നില്ല, ശരിയാകില്ല, എന്ന് നടക്കാനാ, എപ്പം നടക്കാനാ, എനിക്ക് പ്രായം ഇത്രയായി, എൻ്റെ ഏജ് ഇത്രയായി, ഇനി എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, ഇതായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അതിനെ തോൽപ്പിച്ച്, അതിനെ മറികടന്ന് അപ്പുറത്ത് നിൽക്കണം. പ്രതീക്ഷയോടെ വിശ്വസിക്കണം, എന്നെ ദൈവം അനുഗ്രഹിക്കും, ഈ കാര്യങ്ങൾ ഭംഗിയാകും, ഞാൻ ദൈവികമായൊരു ഭാഗ്യം അനുഭവിക്കും, എനിക്ക് പഠിക്കാൻ പറ്റും,
എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എന്നെ ദൈവം അതിന് സഹായിക്കും, ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകും, ആ പരീക്ഷ ഞാൻ പാസ്സാകും, ഞാൻ മുന്നോട്ട് തന്നെ പോകും, സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കും. ഇതിൻ്റെയൊക്കെ പേരാണ് പ്രതീക്ഷയോടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. പ്രതീക്ഷയോടെ വിശ്വസിക്കുക, പ്രതീക്ഷയോടെ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മാസം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഓരോ വചനങ്ങളും ആ ഒരു ഭാഗത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു വരണം. നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. മാതാപിതാക്കൾക്ക്, ദേശക്കാർക്ക് പ്രതീക്ഷയുണ്ട്. വഴി തെറ്റിയെന്ന് കേൾക്കാൻ ഇടയാകരുത്, തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്, വഴി തെറ്റിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്, മദ്യത്തിനും മയക്കുമരുന്നിലും ലഹരിക്കും അടിമയായി ജീവിക്കുന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്. ഇതെല്ലാ ദിവസവും പറയുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളുടെ അകത്ത് ദൈവികമായ ഒരു ആത്മാവ് നിറയാനാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു വരണം. നല്ല ബന്ധങ്ങളുണ്ടാകണം, നല്ല സ്വഭാവമുണ്ടാകണം, നല്ല കഴിവുള്ളവരാകണം, നല്ല ധൈര്യശാലികളാകണം, സാമർഥ്യമുള്ളവൻ്റെ മനസ്സുണ്ടാകണം, തൻ്റെ ഇടമുള്ളവരാകണം, പറയാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ധൈര്യവും കെൽപ്പുമുള്ളവരാകണം, ധൈര്യമുള്ളവരാകണം. എല്ലാത്തിനും പേടിച്ച് പുറകോട്ട് പോകുന്നവരാകരുത്. സംസാരിക്കാൻ കഴിവുള്ളവരാകണം. പേടിച്ചൊന്നും പുറകോട്ട് മാറണ്ട. ദൈവം നിനക്ക് കഴിവ് തന്നിട്ടുണ്ട്, ദൈവം നിനക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. അതുമതി നീ രക്ഷപ്പെടാൻ. ആരുടെയൊക്കെയോ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താനുള്ള കരുത്തുണ്ട് നിനക്ക്. ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട്. നിന്നിലൂടെ വേണം നിന്റെ വീടിൻ്റെ യശസ്സ് വർദ്ധിക്കാൻ, പ്രശസ്തി വർദ്ധിക്കാൻ. ദൈവം അനുഗ്രഹിച്ചോളൂ. ഒന്നും കൂടെ പറയുവാണ്, പ്രതീക്ഷയോടെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, എനിക്ക് വീട് പണിയാൻ പറ്റും, ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റും, ഈ ജോലി എനിക്ക് കിട്ടും, ഞാൻ ആ രാജ്യത്ത് പോകും, പഠിക്കും, ജോലി ചെയ്യും. പ്രതീക്ഷയോടെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ദൈവികമായൊരു ഭാഗ്യം നീ അനുഭവിച്ചിരിക്കും. അതാണ് അബ്രാഹത്തിൻ്റെ പ്രത്യേകത. ഒന്നും നടക്കുകയില്ല, ഒന്നും ശരിയാകുകയില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് പോയായിരുന്നെങ്കിൽ അനുഗ്രഹത്തിൽ നിന്നും പിറകോട്ട് പോയേനേം, ആ അനുഗ്രഹം മാറിപ്പോയേനേം. ആ അനുഗ്രഹം മാറിപ്പോകാതെ അനുഭവിക്കാൻ കാരണം പ്രതീക്ഷയോടെ വിശ്വസിച്ചതാണ്. പ്രതീക്ഷയോടെ വിശ്വസിക്കുക. പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ മാസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ കരങ്ങൾ അവരുടെ ശിരസിൽ വയ്ക്കാൻ സാധ്യമെങ്കിൽ, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും കരങ്ങളെ അവരുടെ നേരെ ചേർത്ത് വെച്ചുകൊണ്ട് പറ, ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവർ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് നിറയും, പരിശുദ്ധാത്മാവിൽ നിറയും. അവർ പഠിക്കും, അവർ വിജയിക്കും, അവർ ഉന്നതങ്ങളിലെത്തും, ഉന്നത സ്ഥാനങ്ങളിലെത്തും. അവരിലൂടെ എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവികമായൊരു ഭാഗ്യം ഉണ്ടാവും, ദൈവികമായ ഭാഗ്യം ഉണ്ടാവും. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന സകല കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്വീകരിക്കുന്നവരെ, അത് പ്രാർത്ഥിക്കുന്നവരെ, എഴുതുന്നവരെ, അത് സ്റ്റാറ്റസ് ഇടുന്നവരെ ഒക്കെയും ഞങ്ങൾ അതെല്ലാം സുവിശേഷ വേലയാണ്. അനുഗ്രഹിച്ച് ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, നിരാശയിൽ നിന്നും എല്ലാം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ, ദൈവം തരുന്ന ധനം നിങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എഴുതിയിരിക്കുന്ന പേരിൻ്റെ മുകളിൽ കരങ്ങൾ വെച്ച് പറ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ, ഈ വചനത്തിൻ്റെ ആത്മാവാൽ ഈ കുഞ്ഞുങ്ങൾ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ല തീരുമാനങ്ങൾ ദൈവത്തിൽ നിന്നാണ്. നാളെ മഞ്ചേരിക്ക് ഒരുമിച്ച് കാണാം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.